Okay, students, so I think we can start the session. It's 8:05. Okay. Yes, so once again, good evening. So in the last class, we discussed what are nouns. So noun is the name of a person, place, thing, animal, bird, emotion, or quality. All these are called nouns. So നമ്മൾ ചുറ്റും കാണുന്ന ഏതൊരു സാധനത്തിനെയും നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. നമ്മൾ കാണുന്ന എന്തിനേയും നമുക്ക് നെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം? നെയിമിംഗ് വേർഡ്സ് എന്ന് പറയും. ഓക്കെ, ഈ നൗൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോ ചുറ്റിലും കാണുന്ന പീപ്പിളിന്റെ നെയിംസ് അല്ലെങ്കിൽ തിങ്സിന്റെ നെയിംസ് ഓർ സേ ആനിമൽസിന്റെ നെയിംസ്, ബേർഡ്സിന്റെ, പ്ലേസസിന്റെ നെയിംസ്, എല്ലാത്തിനും ഒരു നെയിം ഉണ്ട്. വാട്ട് എവർ യു സീ അറൌണ്ട് ദർ ഇസ് എ നെയിം ഫോർ ഈച്ച് ആൻഡ് എവറിഥിങ് ആൻഡ് ദാറ്റ് ഇസ് ദ നൗൺ. So that is why nouns are actually called naming words. Nouns are called naming words. And also we learned that nouns can come both as a subject and as an object in a sentence. So what is meant by subject and what is meant by object? For the time being, I said that subject is the first part of a sentence or സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സെന്റൻസിൽ ആരെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, about whom or what you are speaking is called the subject of a sentence. And object എന്ന് പറയുമ്പോൾ it is the receiver of the action in the sentence. Object means it is the receiver of the action in the sentence, whereas subject means it will be the performer of the action in the sentence. So subject എന്താണ്, object എന്താണ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ തന്നത്. Once we complete this nouns, we will discuss subject, verb and object. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ സെന്റൻസ് സ്ട്രക്ചേഴ്സ്, സെന്റൻസസ് എന്ന് പറയുന്നതായിരിക്കും. പാർട്സ് ഓഫ് സ്പീച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കില്ല. ഓക്കെ, കാരണം ഓരോ പാർട്ട് ഓഫ് സ്പീച്ചിന്റെ ഇടയിലും ചെറിയ ഒരു ടോപ്പിക്, ഒരു പുതിയ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് പാർട്ട് ഓഫ് സ്പീച്ചിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ നൗൺസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ കം എയ്തർ ഇൻ ദ ഫോം ഓഫ് എ സബ്ജക്ട് ഓർ ഓബ്ജെക്ട്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാം, രണ്ട് ടൈപ്സിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ഫസ്റ്റ്, ദ person about whom we are talking or the thing about which we are talking is called a subject of the sentence. Whereas object means it will be the receiver of the action in the sentence. Okay. Yes, good evening. I forgot your name actually. You also sent me the homework, right? Shruti Manoj. പേര് ഞാൻ മറന്നല്ലോ. ശ്രുതി മനോജിന്റെ നെയിം എന്തായിരുന്നു? Shreya. Shreya Manoj. Okay. Fine. Got it. Okay. So, good evening, Shreya. Okay. So, നമ്മൾ എന്താണ് സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും ഒക്കെ നൗൺസിന് വരാന്ന് പറഞ്ഞു. Okay. After that, what happened? We discussed some examples for nouns. Okay. And we said that there are 5 types of nouns, namely proper nouns, common nouns, collective nouns, material nouns and abstract nouns. ആൻഡ് ഈ 5 ടൈപ്സ് ഓഫ് നൗൺസിൽ ഒരു നൗണ് മാത്രം, ഒരു ടൈപ്പ് ഓഫ് നൗണ് മാത്രം ഒരു സെന്റൻസിന്റെ എവിടെ വന്നാലും നമ്മൾ എന്തെല്ലാം എഴുതണം? ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഓക്കെ, വേർ എവർ ഇറ്റ് കംസ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻ, ഈ പറയുന്ന 5 ടൈപ്സ് ഓഫ് നൗൺസിൽ ഒരു ടൈപ്പ് മാത്രം എവിടെ വന്നാലും ക്യാപിറ്റലൈസ്ഡ് ആയിരിക്കും, ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ആ നൗണാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത് നമ്മളൊരു സെന്റൻസിൽ എവിടെ വന്നാലും, ഫോർ എക്സാമ്പിൾ ഒരു നെയിം എടുക്കാണ്. ഇപ്പൊ ഞാൻ പറയാണ് ഇപ്പോ അലക്സാണ്ടർ. ഓക്കെ, അലക്സാണ്ടർ എന്നൊരു നെയിം. അപ്പൊ അലക്സാണ്ടർ എന്നുള്ളത് ഒരു പേഴ്സന്റെ നെയിം ആയതുകൊണ്ട് അതൊരു സെന്റൻസിന്റെ ബിഗിനിങ്ങിലാണെങ്കിലും മിഡിലാണെങ്കിലും എൻഡിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്തിലായിരിക്കും? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഫോർ എക്സാമ്പിൾ മറ്റൊരു പേരെടുക്കാം, ആലീസ്. ആലീസ് എന്നുള്ള നെയിം ആണെങ്കിൽ ഇപ്പൊ നമുക്ക്, ഞാൻ ബിഗിനിങ്ങിൽ ഇങ്ങനെ പറയാം, ആലീസ് ഇസ് മൈ ഫ്രണ്ട്. അങ്ങനെ പറയുമ്പോൾ അവിടെ ആലീസ് എന്നുള്ളത് പ്രോപ്പർ നൗൺ ഫസ്റ്റിൽ വന്നു. ഇനി ഞാൻ മിഡിലിൽ വരുന്ന പോലെ പറയുകയാണെങ്കിൽ ഐ ആൻഡ് ആലീസ് വെന്റ് ടു സ്കൂൾ എന്ന് പറയുകയാണെങ്കിൽ ഞാനും ആലീസും സ്കൂളിലേക്ക് പോയി. അപ്പൊ ആലീസ് എന്നുള്ളത് മിഡിലിൽ വന്നു, അപ്പോഴും ക്യാപിറ്റലിൽ എഴുതണം. ഇനി നെക്സ്റ്റ് വൺ, ഐ കോൾഡ് ആലീസ് യെസ്റ്റർഡേ. അങ്ങനെ പറയുമ്പോൾ ആലീസ് വന്നിട്ട് ടുവേർഡ്സ് ദ എൻഡിലേക്കാണ് പോകുന്നത്. ബട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻ നമ്മൾ എവിടെ വന്നാലും പ്രോപ്പർ നൗൺസിനെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അപ്പൊ നമുക്ക് എന്താണ്? ദീസ് ആർ some basic rules that we studied in the last class. After that, we discussed what are proper nouns, what are common nouns, collective nouns and material nouns. ഇതിൽ നമ്മൾ മെറ്റീരിയൽ നൗൺസിന് മറ്റൊരു നെയിമാണ് കൗണ്ടബിൾ നൗൺസ് എന്നും കൂടെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഒരു റിവിഷൻ പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പോയിന്റ്സ് ഒക്കെ വീണ്ടും റിവൈസ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മൾ മെറ്റീരിയൽ നൗൺസിന് അൺകൗണ്ടബിൾ നൗൺസ് എന്നും നമ്മൾ പറഞ്ഞു. മെറ്റീരിയൽ നൗൺസ് എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ദോസ് ആർ മെറ്റീരിയൽസ് വിച്ച് വി കനോട്ട് കൗണ്ട്. അപ്പൊ കൗണ്ടബിൾ നൗൺസിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തു?
കോമൺ നൗൺസിന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തു. കോമൺ നൗൺസ് എല്ലാം കൗണ്ടബിൾ ആണ്, ബട്ട് മെറ്റീരിയൽ നൗൺസ് എല്ലാം അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് നൗൺ ഇസ് അബ്സ്ട്രാക്ട് നൗൺസ്. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അബ്സ്ട്രാക്ട് നൗൺസ് നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ലെറ്റ് us see that. Abstract nouns are the names of qualities, emotions, ideas, actions, feelings or conditions. So what are abstract nouns എന്ന് ചോദിച്ചാൽ qualities in the names ആണ്. See, we are all human beings with different qualities, right? Every human being will have a quality, be it a good or a bad quality. Okay, നല്ല ക്വാളിറ്റി ആണോ ബാഡ് ക്വാളിറ്റി ആണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. ഒരു ക്വാളിറ്റി, ഇപ്പൊ ചിലവർക്ക് ഉണ്ടാകുന്ന ക്വാളിറ്റിയാണ് എന്ത്, കൈൻഡ്നെസ്. ഓക്കെ, കൈൻഡ്നെസ് ഇസ് എ ഗുഡ് ക്വാളിറ്റി. Loyalty. Loyalty means to be always truthful. That is another good quality. Patience is another quality. So each one has one quality. So if you have a quality, can you type it in the chat box? ഓരോരുത്തരും അവരവരുടെ ക്വാളിറ്റീസ് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ, നോക്കട്ടെ. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യാൻ ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും, അപ്പൊ യു ക്യാൻ ജസ്റ്റ് ടൈപ്പ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ഞാനത് നോക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഡിഫറെന്റ് ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പൊ ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചറുടെ ഒരു ക്വാളിറ്റി, ടീച്ചർ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. മിസ് എപ്പോഴും ലോയൽ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇതുവരെയും മിസ് ലൈഫിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പൊ ലോയൽറ്റി എന്ന് പറയുന്നത് എന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ഫ്രം ദ സ്കൂൾ ഡേയ്സ് എനിക്ക് എന്താണ്, നമ്മളിപ്പോ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെറിയൊരു കള്ളത്തരം പറയാം അല്ലെ, ചെറിയ ചില നല്ല കാര്യങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞു കള്ളമൊക്കെ നമ്മൾ എല്ലാ ഹ്യൂമൻ ബീങ്സും പറയാറുണ്ട്. ബട്ട് ലോയൽറ്റി എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധമില്ല. അതിപ്പോ നമ്മള് ഒരു ഗുഡ് റീസണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർ എ ഗുഡ് കോസ് നമ്മളിപ്പോ ഒരു കള്ളം പറഞ്ഞു. ഓക്കെ, ആ ഒരു കള്ളത്തരം പറഞ്ഞത് കൊണ്ട് ഒരു 2-3 പേർക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാണ്, തെറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ അല്ലാത്ത സമയത്തിൽ നമ്മൾ എപ്പോഴും നുണ പറഞ്ഞിരിക്കുക, അത് വന്നിട്ട് ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി. സോ ലോയൽ ആയിട്ട് ജീവിക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന കാര്യമാണ്. ലോയൽറ്റി ഇല്ലെങ്കിൽ എന്താ പ്രോബ്ലം, നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ പിന്നെ അതിനെ മറയ്ക്കാൻ പിന്നെയും നമ്മൾ കള്ളത്തരങ്ങൾ പറയേണ്ടി വരും അല്ലെ. അപ്പൊ ഒന്നിനു വേണ്ടി മറ്റൊന്ന്, അങ്ങനെ മറ്റൊന്ന്, ഇറ്റ് വിൽ ഗോ ഓൺ ആൻഡ് ഓൺ ലൈക്ക് ചെയിൻ. സോ ഇറ്റ് ഇസ് ഓൾവേസ് ഗുഡ് ടു ബി ലോയൽ. ഓൾറൈറ്റ്, അപ്പൊ എന്താണ് ലോയൽറ്റി, ഒരു ക്വാളിറ്റി. അപ്പൊ ഇങ്ങനത്തെ ക്വാളിറ്റീസ്, ഓണസ്റ്റി, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇമോഷൻസ്, ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഇപ്പൊ ഹാപ്പിനെസ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, സോറോ ഉണ്ട്, ദെൻ ആങ്കർ ഒരു ഇമോഷൻ ആണ്, ഫിയർ ഒരു ഇമോഷൻ ആണ്. ഓക്കെ, ദീസ് ആർ സം ഡിഫറെന്റ് ഇമോഷൻസ്. ഗ്രീഫ്, ഗ്രീഫ് എന്ന് പറയുമ്പോൾ ദുഃഖം, ആഴത്തിലുള്ള ദുഃഖത്തിന് നമ്മൾ ഗ്രീഫ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് ഇമോഷൻസിലൂടെ നമ്മൾക്ക് ലൈഫിൽ നമ്മൾ കടന്നു പോവാറുണ്ട് അല്ലെ. ഇപ്പോ ടീച്ചറെ പറയുകയാണെങ്കിൽ ടീച്ചറുടെ ലൈഫിൽ ഇപ്പോ ഒത്തിരി വിഷമത്തിലൂടെ കടന്നുപോയ ഒരു പീരീഡ് ഇപ്പൊ കഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ. എന്റെ അങ്കിൾ ഈ കഴിഞ്ഞ വെൻസ്ഡേ ഹി പാസ്ഡ് അവേ. അപ്പൊ അതിൻ്റെതായ ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇമോഷൻസ് നമുക്ക് ഹ്യൂമൻ ബീങ്സ് എന്നുള്ളതാണ്. പിന്നെ ഐഡിയാസ്, ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സയൻസിൽ ഒരു കാര്യം പഠിക്കുന്നു, ഫോർ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് സയന്റിസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു ഐഡിയ ആണ്, അതൊരു സയന്റിഫിക് പ്രോസസ് ആണ്. അതുപോലെ ഒരുപാട് സയന്റിഫിക് പ്രോസസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, റെവല്യൂഷൻ ഓഫ് ദ എർത്ത്, ഇതൊക്കെ എന്താണ്, ഐഡിയാസ് ആണ്. ഇപ്പൊ സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഡെമോക്രസി എന്നുള്ളത് ഒരു ഐഡിയ ആണ്. ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്, ജനാധിപത്യം എന്നുള്ളത് ഒരു ഐഡിയ ആണ്. അതല്ലാണ്ട് വേറെ കൺട്രീസിൽ വേറെ പോലത്തെ സിസ്റ്റം ഉണ്ടല്ലോ, എന്താണത്, മൊണാർക്കി എന്ന് പറയും. മൊണാർക്കി പറയുമ്പോൾ ഒരു കിങ് റൂൾ ചെയ്യും, ബാക്കി എല്ലാവരും പബ്ലിക് ഈക്വൽ ആയിരിക്കും. യെസ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഡു യു ഹാവ് സംതിങ് ടു ടെൽ, അലക്സാണ്ടർ? No, miss. അതെല്ലാം ആയതുകൊണ്ടാണ്. Okay. So there are different qualities, there are different ideas that we come across. Okay, ഇപ്പൊ മൊണാർക്കി ഒരു ഐഡിയ ആണ്, അതൊരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. ഓക്കെ, മൊണാർക്ക് റൂൾ ചെയ്യുന്ന ഭരണത്തിന് നമ്മൾ മൊണാർക്കി എന്ന് പറയുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗൾഫ് കൺട്രീസിലൊക്കെ മൊണാർക്കി ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫീലിങ്സ് ഓർ കണ്ടീഷൻസ്. മദർഹുഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീലിംഗ്, ചൈൽഡ്ഹുഡ് ഇസ് എ ഫീലിംഗ്, ഇറ്റ്സ് എ കണ്ടീഷൻ. അതുപോലെ ടീനേജ്, ടീനേജ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ അതിൽ കുറെ കുട്ടികൾ ഇപ്പൊ ഇതിൽ ടീൻസ് ആണ്, ടീനേജിലുള്ളവരാണ്. ഓക്കെ, സോ ഇതൊക്കെ ഡിഫറെന്റ് ഫീലിങ്സ് ആൻഡ് കണ്ടീഷൻസ് ആണ്. വുമൺഹുഡ്, സ്ത്രീത്വം എന്ന് പറയുന്നത് അഗെയിൻ അതൊരു ഫീലിംഗ് ആണ്. അതുപോലെ അതൊരു ഐഡിയ ആണ്. ചിലത് ഐഡിയാസുമാണ്, ഫീലിങ്സുമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാറ്റഗറീസിൽ വരുന്നതിനൊക്കെ നമ്മൾ നൗൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദേ ആർ കോൾഡ് അബ്സ്ട്രാക്ട് നൗൺസ്. ഇപ്പോ നമ്മളിപ്പോ ഈ അബ്സ്ട്രാക്ട് നൗൺസിനെ ഒരുമിച്ച്
കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതായത് ക്വാളിറ്റീസ്, ഇമോഷൻസ്, ഐഡിയാസ്, ഫീലിങ്സ്, കണ്ടീഷൻസ്. ഈ അഞ്ചും എന്താണ്? ആക്ഷൻസ് എന്നുള്ളത് ഓക്കെ, ഞാൻ അത്ര അതിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ആക്ഷനും നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. അഞ്ചാറ് കാര്യങ്ങൾ ഒരുമിച്ച് അബ്സ്ട്രാക്ട് നൗൺസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കുറച്ചൊരു ക്ലാസിഫിക്കേഷൻ ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. So now abstract nouns can be divided into two. They are called attributive nouns and verbal nouns. എന്താണ്? attributive nouns ഉം verbal nouns. അപ്പൊ എന്താണ് attributive, എന്താണ് verbal? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ക്വാളിറ്റീസ്, ഇമോഷൻസ്, ഐഡിയാസ്, ഫീലിങ്സ്, കണ്ടീഷൻസ് എക്സെട്ര. അതിൽ ചില ആളുകൾ മാത്രം അട്രിബ്യൂട്ടീവിൽ പോകും, കുറച്ച് ആളുകൾ വേർബലിൽ പോകും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നു. ഇപ്പൊ സോഷ്യൽ സ്റ്റഡീസ് എന്നുള്ള ഒരു ഒറ്റ സബ്ജക്റ്റിന് നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ആൻഡ് സിവിക്സ് എന്ന് പറഞ്ഞ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്ന സ്കൂൾസ് ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ് മാത്രമാണെങ്കിലും ഫൈൻ. ഓക്കെ, നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ചില സ്കൂൾസിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ ഒരു സബ്ജക്റ്റിനെ, അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ യു ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു 2 ടൈപ്സ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഫസ്റ്റ്, വാട്ട് ഈസ് മെന്റ് ബൈ ആൻ ആട്രിബ്യൂട്ടീവ് നൗൺ നോക്കാം. ഓക്കെ, യെസ്. Abstract nouns formed from adjectives and common nouns showing characteristics or qualities are called attributive nouns. എന്താണ് പറയുന്നത്? അതായത് adjectives നിന്നും അതേപോലെ കോമൺ നൗൺസിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന അബ്സ്ട്രാക്ട് നൗൺസ് ഉണ്ടല്ലോ, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് attributive nouns എന്ന് പറയുന്നത്. സി, ഒരുപാട് adjectives ഉണ്ട്. What are adjectives? Adjective is a part of speech. What is it actually? Anyone? Just അതിന്റെ meaning പറഞ്ഞാൽ മതി. Okay, I will give you some examples for adjectives. Beautiful, wonderful, amazing, awesome, pretty. എന്താണ് adjectives എന്ന് പറഞ്ഞാൽ എന്താണ്? The words that describe the subject. The words that can describe or qualify a subject is called an adjective. Okay, so നമ്മൾ adjectives നിന്നും നമ്മൾ ഫോം ചെയ്യുന്ന അബ്സ്ട്രാക്ട് നൗൺസ്. adjectives നിന്നും മിസ് എങ്ങനെയാണ് നൗൺ ഉണ്ടാക്കുക? പറ്റും. ഇവിടെ താഴെ എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ആ 3 എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ വേർഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് കൈൻഡ്. ഈ കൈൻഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് അല്ലേ? So from this word you are forming an abstract noun. Next one, intelligence. Intelligence is also a quality, very good quality. So how you are getting that word? From which word you are getting intelligence? It is from intelligent. That is an adjective. So from adjectives you are getting abstract nouns. Next is wisdom. Wisdom is a very good quality. Wisdom means again intelligence. ബുദ്ധിമാൻ എന്നൊക്കെ നമ്മൾ പറയും, വൈസ് എന്ന് പറയും അല്ലെ? വൈസ്, ഹി ഈസ് വെരി വൈസ് എന്ന് പറഞ്ഞാൽ ആ വൈസ് എന്നുള്ളത് അവിടെ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഫ്രം ദ വേർഡ് വൈസ് യു ആർ ഗെറ്റിംഗ് വിസ്ഡം. അപ്പൊ ഇവിടെ നമ്മൾ അഡ്ജക്റ്റീവ്സിൽ നിന്നും ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്ന നൗൺസ് ആണ് ഇവിടുത്തെ അബ്സ്ട്രാക്ട് നൗൺസ്. ആൻഡ് ഇത്തരത്തിലുള്ള അബ്സ്ട്രാക്ട് നൗൺസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആട്രിബ്യൂട്ടീവ് നൗൺസ് എന്ന് പറയുന്നു. സോ നമുക്ക് എന്താണ്? ക്വാളിറ്റീസ് ആണ് ഈ കൈൻഡ്നെസ്, ഇന്റലിജൻസ്, വിസ്ഡം. ഇതൊക്കെ ക്വാളിറ്റികളൊക്കെ ഏത് ടൈപ്പ് അബ്സ്ട്രാക്ട് നൗണിൽ പെടും? ആട്രിബ്യൂട്ടീവ് നൗൺ എന്ന കാറ്റഗറിയിൽ പോയി വീഴും. ബിക്കോസ് ആട്രിബ്യൂട്ടീവ് നൗൺസ് എങ്ങനെ ഫോം ആവുന്നു? അഡ്ജക്റ്റീവ്സിൽ നിന്നും ഫോം ആവും. സോ അഡ്ജക്റ്റീവ്സിൽ നിന്നും കിട്ടുന്ന അബ്സ്ട്രാക്ട് നൗൺസിന്റെ പേരാണ് ആട്രിബ്യൂട്ടീവ് നൗൺസ്. ആൻഡ് ഈ ആട്രിബ്യൂട്ടീവ് നൗൺസിൽ വരുന്നവരാണ് ഈ ക്വാളിറ്റീസ് ഒക്കെ. ഓക്കെ, നമുക്ക് ഇമോഷൻസ് ഇപ്പൊ അതുപോലെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇമോഷൻസ് വന്നിട്ട് നമ്മൾ ഒന്നിൽ നിന്നും എടുക്കുന്നതല്ല. ആണെങ്കിൽ നമുക്ക് പറയാം ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഹാപ്പി എന്നുള്ള അഡ്ജക്റ്റീവിൽ നിന്ന് എടുക്കുന്നതാണ്. പക്ഷെ സോറോന്നേ പറയുള്ളൂ, സോറോനെസ് എന്ന് പറയില്ല. ഗ്രീഫിനെ പറയുള്ളൂ, ഗ്രീഫ്നെസ് അധികം പറയില്ല. ഓക്കെ, ഫിയറിനെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചില വേർഡ്സ് നമുക്ക് എന്താണ് ഇങ്ങനെ അഡ്ജക്റ്റീവ്സിൽ നിന്നും ഫോം ചെയ്യാം. ചിലത് പിന്നെ സ്റ്റാറ്റിക് ആയിട്ട് അവരുടെ ആ വാക്ക് തന്നെ, വേർഡ് തന്നെ അങ്ങനെ ആയിരിക്കും. അതാണ് നമുക്ക് ആട്രിബ്യൂട്ടീവ് നൗൺസ്. അപ്പൊ ക്വാളിറ്റീസും ഇമോഷൻസും ആട്രിബ്യൂട്ടീവ് നൗൺസ് ആണെന്ന് കൺഫേം ചെയ്യാം. പിന്നെ നമുക്ക് പറഞ്ഞു ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില ഐഡിയാസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ മദർഹുഡ്, വുമൺഹുഡ്, ടീനേജ്,
ചൈൽഡ്ഹുഡ്, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമുക്ക് എന്താണ്, നെയ്ബർഹുഡ്, ഇങ്ങനത്തെ വേർഡ്സ് എല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും? കോമൺ നൗൺസിൽ നിന്നും കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ ഡെഫിനേഷൻ ഒന്നും കൂടെ വായിക്കാം. അബ്സ്ട്രാക്ട് നൗൺസ് ഫോംഡ് ഫ്രം അഡ്ജക്റ്റീവ്സ് ആൻഡ് കോമൺ നൗൺസ് ഷോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്വാളിറ്റീസ് ആർ കോൾഡ് ആട്രിബ്യൂട്ടീവ് നൗൺസ്. അപ്പൊ അഡ്ജക്റ്റീവ്സ് എന്ന് മാത്രമല്ല, കോമൺ നൗൺസ് എന്നും നമുക്ക് എന്തുണ്ടാക്കാം? ആട്രിബ്യൂട്ടീവ് നൗൺസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക. എക്സാമ്പിൾസ് ഫോർ ആട്രിബ്യൂട്ടീവ് നൗൺസ് ഫ്രം കോമൺ നൗൺസ്. നൈബർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ. നൈബർ ഇസ് എ കോമൺ നൗൺ. ആ കോമൺ നൗണിൽ നിന്നും എടുക്കുന്ന വേർഡാണ് ഈ നൈബർഹുഡ് എന്ന് പറയുന്നത്. അയൽവക്കം, അയൽവാസി എന്ന് പറയാൻ നൈബർ, അയൽവക്കത്തുള്ളവർ എന്ന് പറയുമ്പോൾ പീപ്പിൾ ഇൻ ദ നെയ്ബർഹുഡ് എന്ന് നമ്മൾ പറയും. അതേപോലെ ഫ്രീ എന്ന് പറയുന്ന ഒരു കോമൺ നൗൺ, അത് ആക്ച്വലി കോമൺ നൗൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫ്രീ എന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടും പറയാം. ഫ്രീയിൽ നിന്നും നമുക്ക് വരുന്ന വേർഡാണ് എന്ത്? ഫ്രീഡം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് ഈ ഡം, DOM എന്നുള്ളത് സഫിക്സ് അവിടെ ആഡ് ചെയ്തു. അതേപോലെ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ഹുഡ് എന്നുള്ള ഒരു സഫിക്സ് അവിടെ ആഡ് ചെയ്തു. സഫിക്സ്, പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ ബിഫോർ ആഡ് ചെയ്യുന്ന ഒരു സ്മോൾ അറ്റാച്ച്മെന്റ്. സഫിക്സ് മീൻസ് ദ സ്മോൾ അറ്റാച്ച്മെന്റ് ദാറ്റ് യു ആർ ആഡിങ് ആഫ്റ്റർ എ വേർഡ്. ഒരു വേർഡ് കഴിഞ്ഞിട്ട് കൂട്ടത്തിൽ ആഡ് ചെയ്യുന്ന ഒരു ചെറിയ പാർട്ടിനെയാണ് സഫിക്സ് എന്ന് പറയാം. അത് ബിഫോർ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പ്രിഫിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കൈൻഡ്നെസ്, ഇന്റലിജൻസ്, വിസ്ഡം, നെയ്ബർഹുഡ്, ഫ്രീഡം, ഇതെല്ലാം എന്താണ്? അബ്സ്ട്രാക്ട് നൗൺസ് ആണ്. അതിൽ ഏത് ടൈപ്പ് ഓഫ് അബ്സ്ട്രാക്ട് ആണ്? ആട്രിബ്യൂട്ടീവ് നൗൺസ് എന്ന് വരുന്നതാണ്. ആട്രിബ്യൂട്ടീവ് നൗൺസ് ഇതിൽ നിന്നും ഫോം ചെയ്യുന്നു, അഡ്ജക്റ്റീവ്സിൽ നിന്നും കോമൺ നൗൺസിൽ നിന്നും ഫോം ചെയ്യുന്നു. ക്ലിയർ? നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ടൈപ്പ്, വെർബൽ നൗൺസ്. പേരിൽ തന്നെയുണ്ട്, വേർബ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന നൗൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെർബൽ നൗൺസ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ക്വാളിറ്റീസ് പറഞ്ഞു, ഇമോഷൻസ് പറഞ്ഞു, കണ്ടീഷൻസ് പറഞ്ഞു, ഐഡിയാസ്, പിന്നെ ഡെമോക്രസി, അതൊക്കെ പറയുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്ന അതിൽ നിന്നും കിട്ടിയ വേർഡാണ് ഡെമോക്രസി. അപ്പൊ അതൊക്കെ ഓൾറെഡി ഐഡിയാസ്, ക്വാളിറ്റീസ്, ഇമോഷൻസ്, കണ്ടീഷൻസ്, ഇതൊക്കെ ആട്രിബ്യൂട്ടീവിൽ പോയി. ആക്ഷൻസ് എന്നൊരാളുണ്ടല്ലോ, ഈ ആക്ഷൻസ് ആണ് വെർബൽ നൗൺസ് എന്ന് പറയുന്നത്. So, abstract nouns derived from verbs indicating action, condition or state are called verbal nouns. So, verbal nouns എന്തൊക്കെ കാണിക്കും? ആക്ഷൻ കാണിക്കും, ഒരു കണ്ടീഷനെ കുറിച്ച് പറയും, സ്റ്റേറ്റിനെ കുറിച്ചും പറയും. സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ. ഓക്കെ, സോ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഈ വേർഡ്സ് ഒന്ന് നോക്കാം. ആക്ഷൻ, നോളജ്, പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ. അപ്പൊ ഇതെല്ലാം വെർബൽ നൗൺസ് ആണ്. ആക്ഷൻ, പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ, ഇതൊക്കെ എന്താണ്? വെർബൽ നൗൺസ് ആണ്. ഈ വെർബൽ നൗൺസ് എങ്ങനെയാണ് ഫോം ആവുന്നത്? വേർബ്സിൽ നിന്നും. ഫോർ എക്സാമ്പിൾ, ആക്ഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ആക്ട്. നോളജ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് നോ. പ്രിവെൻഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് പ്രിവെന്റ്. പ്രൊട്ടക്ഷൻ ഇസ് ഫ്രം ദ വേർഡ് പ്രൊട്ടക്ട്. ഇതെല്ലാം നൗൺസ് അല്ലേ? ആക്ട്, നോ, പ്രിവെന്റ്, പ്രൊട്ടക്ട്. വേർബ്സ് ആണ്. വേർബുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നവരാണ് വെർബൽ നൗൺസ് എന്ന് പറയുന്നത്. സോ ആക്ഷൻ, prevention, protection, then knowledge, all these are verbal nouns. Okay, അപ്പൊ നമുക്ക് verbal nounsൽ നമുക്ക് ആകെ ഈ സഫിക്സ് ആഡ് ചെയ്യേണ്ടി വരുന്ന കേസ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ, ആക്ഷൻ, പ്രൊട്ടക്ഷൻ, ഇതിലൊക്കെ നോക്കിയാൽ ION എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നോളജിൽ പക്ഷെ അങ്ങനെയല്ല. KNOWന്റെ കൂടെ ഒരു ലെഡ്ജ് എന്നുള്ള വേർഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്, നോളജ്. അപ്പൊ അത് നമുക്കൊരു ചില സ്പെസിഫിക് വേർഡ്സ് അങ്ങനെ എഴുതാൻ നമുക്ക് കിട്ടും. അല്ലാത്തതൊക്കെ നമുക്ക് എന്താണ്? സഫിക്സ് ഫോം ചെയ്തിട്ട്, സഫിക്സ് ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സഫിക്സസ് എന്ന് നോക്കൂ. NESS, DOM, EE, HWD, ഷിപ്പ്, ENCE, ANCE, SION, TY, etc. are used to create attributive nouns. അപ്പൊ ആട്രിബ്യൂട്ടീവ് നൗൺസ് ഉണ്ടാക്കാനാണ് കൂടുതലും നമ്മൾ എന്ത് ചെയ്യുന്നത്? സഫിക്സ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് വെർബൽ നൗൺസിന് അധികം ഇല്ല. ഓക്കെ, ഇപ്പൊ ആട്രിബ്യൂട്ടീവ് നൗൺസിന്റെ ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ NESS എന്നുള്ളത് നമ്മൾ എവിടെ നോക്കി? കൈൻഡ്നെസ് അവിടെ നോക്കി. DOM ഇത് നമ്മൾ എവിടെ നോക്കി? ഫ്രീഡം. പിന്നെ ഹുഡ് നോക്കി, HWD, നൈബർഹുഡ്. ഓക്കെ, SHIP എന്നുള്ളത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ, ഫ്രണ്ട് എന്നുള്ളത് ഒരു കോമൺ നൗൺ ആണ്. അതിൽ നിന്നും വരുന്ന ഒരു വേർഡാണ് ഫ്രണ്ട്ഷിപ്പ്. സോ കോമൺ നൗൺസ് എന്ന് എടുക്കുന്ന നൗൺസും എന്താണ്? ആട്രിബ്യൂട്ടീവ് നൗൺസ് അല്ലേ? അപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ഒരു ആട്രിബ്യൂട്ടീവ് നൗൺ ആണ്. റിലേഷൻ എന്നത് അതിൽ നിന്നും കിട്ടുന്നതാണ് റിലേഷൻഷിപ്പ്, അതും ഒരു ആട്രിബ്യൂട്ടീവ് നൗൺ ആണ്.
പിന്നെ നെക്സ്റ്റ് വൺ ENCE. ENCE, ANCE ഒക്കെ നമുക്ക് എന്ത് പറയാം ഇപ്പോ? ഓക്കെ, പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ മിസ്സിന് ബുദ്ധിമുട്ടുണ്ട്. വയലൻസ്. ഓക്കെ, വയലന്റ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഹീസ് വയലന്റ് എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര വയലന്റ് ആണ്. വയലന്റ് എന്നുള്ള അഡ്ജക്റ്റീവിൽ നിന്നും വയലൻസ് എന്നുള്ള വേർഡ് ഫോം ചെയ്യാൻ നമ്മൾ വയലന്റിന്റെ ടി എടുത്തിട്ട് ENCE ആഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ENCE അതുപോലെ ANCE വരുന്ന കേസസ് ഉണ്ട്. SION. SION നമുക്ക് അതുപോലെ എവിടെ പറയാം? SION ഇപ്പൊ നമുക്ക് ഡിഫറൻസ്. വെരി ഗുഡ്. ഡിഫറൻറ്റിൽ നിന്നുമാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത് അല്ലെ. വെരി ഗുഡ് അമിന. സോ അതുപോലെ നമുക്ക് SION വരുന്നത് ഇപ്പോ ടെൻസ്. ടെൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഷീസ് ടെൻസ്ഡ് എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര ടെൻസ്ഡ് ആണ്, വറീഡ് ആണ്. ടെൻസ് എന്നുള്ള ഒരു അഡ്ജക്റ്റീവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെൻഷൻ എന്നുള്ള വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ. അതുപോലെ ഇപ്പൊ നമുക്ക് ഫ്യൂസ്. ഫ്യൂസ് എന്നുള്ള വേർഡിൽ നിന്നാണ് നമ്മൾ ഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വാട്ട് ഇസ് മീൻ ബൈ ഫ്യൂഷൻ? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2-3 സാധനങ്ങൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. സയൻസിൽ നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും ഫിഷൻ ആൻഡ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഫ്യൂസ് എന്നുള്ള വേർഡിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് നമുക്കുണ്ട്. ഇപ്പൊ TY എൻഡ് ചെയ്യുന്നത് ഇപ്പൊ അതുപോലെ നമുക്ക് TYയില് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി, ബട്ട് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. TYയിൽ എൻഡ് ചെയ്യുന്ന പോലത്തെ വേർഡ്സ് നമുക്ക് ചിലത് കിട്ടാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബ്യൂട്ടി. ഓക്കെ, ലെറ്റ് മീ ടേക്ക് ദാറ്റ് വേർഡ്. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൽ നിന്ന് ബ്യൂട്ടി വരുന്നത്. ടേക്ക് ഇറ്റ് ആസ് ആൻ എക്സാമ്പിൾ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അബ്സ്ട്രാക്ട് നൗൺസിന്റെ ആട്രിബ്യൂട്ടീവിൽ വരുന്നത്. എന്നാൽ വേർബൽ നൗൺസ് അങ്ങനെയല്ല. വെറും വേർബ്സിൽ നിന്ന് മാത്രം എടുക്കുന്ന നൗൺസ് ആണ് വേർബൽ നൗൺസ്. Alright. So this is the major difference between abstract attributive nouns and verbal nouns. ഈ ആട്രിബ്യൂട്ടീവും വേർബലും എന്ത് തന്നെയാണ്? ഇവർ രണ്ടുപേരും എന്താണ്? അബ്സ്ട്രാക്ട് തന്നെ. പക്ഷെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ 2 കാറ്റഗറീസ് ആക്കി പഠിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എനി ഡൗട്ട്സ്? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, യെസ്. സോ നൗ ചെറിയൊരു ടാസ്ക് ഞാനിവിടെ നിങ്ങൾക്ക്, ടാസ്ക് അല്ല, ഒരു എക്സാമ്പിൾസ് ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇവിടെ നോക്കുക. ചേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ടു ആട്രിബ്യൂട്ടീവ് നൗൺസ് ആൻഡ് വേർബൽ നൗൺസ്. ഇപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വേർഡ്സ് ഫസ്റ്റ് നോക്കാം. കിങ്. ഫ്രം കിങ് യു ആർ ഗെറ്റിംഗ് കിങ്ഡം. നെക്സ്റ്റ് നെയ്ബർ, അതിൽ നിന്നും നെയ്ബർഹുഡ്. സോവറൈൻ, സോവറൈൻറ്റി. TYയിൽ വരുന്ന വേർഡ് നോക്കൂ. സോവറൈൻ എന്ന് സോവറൈൻറ്റി. സോവറൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് റിപ്പബ്ലിക് ആയിട്ടുള്ള നേഷൻ. നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന 5 ഇമ്പോർട്ടന്റ് വേർഡ്സിൽ ഒന്നാണ് സോവറൈൻ. അപ്പൊ നമ്മുടെ കൺട്രി സോവറൈൻറ്റി ഉണ്ട്. നമ്മുടെ കൺട്രിക്ക് ഫ്രീഡം ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, റിപ്പബ്ലിക് ആണ് നമ്മുടെ കൺട്രി അല്ലെ. നെക്സ്റ്റ് ഇൻഡിപെൻഡന്റ്, അതിൽ നിന്നും കിട്ടുന്നതാണ് ഇൻഡിപെൻഡൻസ്. ഫ്രം ഫ്രീ യു ആർ ഗെറ്റിംഗ് ഫ്രീഡം. From bold you get boldness. From trust you get trustee. ട്രസ്റ്റി എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ട്രസ്റ്റി, ഗ്രൂപ്പ് ബോർഡ് മെമ്പേഴ്സിനെ ട്രസ്റ്റി എന്ന് വിളിക്കും നമ്മൾ. നെക്സ്റ്റ്, ഫ്രം ബ്രൈറ്റ് യു ഗെറ്റ് ബ്രൈറ്റ്നെസ്. ഫ്രം സ്കോളർ യു ഗെറ്റ് സ്കോളർഷിപ്പ്. From magnificent you get magnificence. Magnificent means something which is very attractive, very big. Something which is very attractive and huge എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. Arrogant. From arrogant you get arrogance. So ഇവിടെ എല്ലാം നോക്കൂ. ഒന്നിൽ adjectives ആണ്, അല്ലെങ്കിൽ common nouns ആണ്. King is a common noun. Neighbor is a common noun. Sovereign is an adjective. Independent is an adjective. Free, an adjective. Bold, adjective. Trust, noun ആണ്. Bright, adjective. Scholar, noun. Magnificent adjective ആണ്. Arrogant, അതൊരു ബിഹേവിയർ ആണ്, അപ്പൊ അഡ്ജക്റ്റീവ് ആണ്. ഹി ഈസ് വെരി അറഗന്റ്, ഹി ഈസ് ആൻ അറഗന്റ് മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും വേഗം ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ളവരെ നമ്മൾ അറഗന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഈ പറഞ്ഞ വേർഡ്സ് എല്ലാം ആട്രിബ്യൂട്ടീവ് നൗൺസ് ആണ്. ഇനി നമുക്ക് വേർബ്സിൽ നിന്നും കിട്ടുന്ന വേർബ്സിനെ നമുക്ക് എന്ത് പറയാം? വെർബൽ നൗൺസ് എന്ന് പറയും. സോ ലെറ്റ് us see. From approve you get approval. From agree you get agreement. From accept you get acceptance. From achieve you get achievement. From arrive you get arrival. From appear you get appearance. From abolish you get abolition. Abolition എന്ന് പറഞ്ഞാൽ to completely boycott something. എന്തെങ്കിലും ഒന്ന് തീർത്തും ഇല്ലാണ്ടാക്കുക, അതിനാണ് അബോളിഷ് ചെയ്യുക.
Plastic bags are abolished in many places. Plastic carry bags are not in existence now, not in the entire country, but in some places. ഇൻവേഡിൽ നിന്ന് ഇൻവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കൈയടക്കുക ഇൻവേഡ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻവേഡഡ് ഇന്ത്യ സോ ഫ്രം ഇൻവേഡ് യു ഗെറ്റ് ഇൻവേഷൻ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 3 വേർഡ്സിൽ എന്തായിരിക്കും ലെറ്റ്സ് ട്രൈ വാട്ട് യു ഗെറ്റ് ഫ്രം ലൊക്കേറ്റ് Location. ലൊക്കേഷൻ വെരി ഗുഡ് യെസ് ദ നെക്സ്റ്റ് വൺ ഫ്രം സർവൈവ് Survival. yes any other answers survival very good and from treat easy ആണത് അങ്ങനെ ഒരു വേർഡ് ഇല്ല ഓക്കെ creativity there is no word called creativity what do we get what do we get when we visit a doctor when we consult a doctor treatment yes from treat you get treatment okay so all these are verbal nouns അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം attributive nouns ഉം റൈറ്റിലുള്ളതെല്ലാം verbal nouns ഉം ആണ് okay so നമുക്ക് ഇത് ചെറിയൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം those who are interested can do okay so here നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്ത് വേർഡ് ആയിരിക്കും എന്നുള്ളത് ഇത് വന്നിട്ട് നിങ്ങൾക്ക് മിക്സഡ് ആയിട്ടുണ്ട് അതായത് വേർബൽ നൗൺസും ആട്രിബ്യൂട്ടീവ് നൗൺസും മിക്സഡ് ആയിട്ടാണുള്ളത് സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് നോക്കുക ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ ലൈവിൽ നോക്കണോ ലൈവിൽ നോക്കണമെങ്കിൽ ലൈവിൽ നോക്കാം ഓക്കെ ഫസ്റ്റ് വൺ ഓക്കെ ഫൈൻ ഫസ്റ്റ് വൺ നമുക്ക് എന്താണ് അക്യുറേറ്റ് accurate ആണ് what do we get from accurate accuracy very good accuracy എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അക്യുറേറ്റ് വാല്യൂ കിട്ടണം എന്നൊക്കെ പറയും ഇപ്പൊ ഈ മെഡിസിൻസിലൊക്കെ 0.5 mg എന്നൊക്കെ ഉണ്ടാവില്ലേ ചില മെഡിസിൻസിൽ 0.5 mg മീൻസ് ആക്യുറേറ്റ്ലി 0.5 mg അതിൽ ഉണ്ടാവുള്ളൂ ഇറ്റ് വിൽ നോട്ട് ബി ലെസ് ഓർ മോർ ദാൻ ദാറ്റ് വാല്യൂ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് വൺ പ്രൈവറ്റ് Privacy. Very good. Privacy is it's a human right. Every human has this particular thing, this quality called privacy. Privacy എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അതൊരു സ്റ്റേറ്റ് ആണ് ഓക്കെ യെസ് നെക്സ്റ്റ് വൺ ആങ്കർ ആങ്കറേജ് യെസ് ദാറ്റ് ഇസ് വൺ ആൻസർ വെരി ഗുഡ് ഞാൻ മറ്റൊരു ഇതിൽ ആങ്കർഷിപ്പ് എന്ന് കണ്ടു അപ്പൊ അതുകൊണ്ട് ഞാൻ ബട്ട് ഐ സപ്പോർട്ട് ആങ്കറേജ് ഉണ്ട് anchorage is the right answer very good next is bore boredom very good for bore you get boredom okay just like free in freedom kittunna pole next is arrogant arrogance very good arrogance this behavior someone who is very arrogant no we can tell he is an arrogant man and പറഞ്ഞാൽ his quality what is his quality arrogance is his quality ഓക്കെ ഒരാളുടെ ക്വാളിറ്റി പറയൂ എന്ന് പറഞ്ഞാല് ഗുഡ് ക്വാളിറ്റീസ് മാത്രമല്ലല്ലോ ബാഡ് ക്വാളിറ്റീസും ഉണ്ടാവും അല്ലേ ഓക്കെ നെക്സ്റ്റ് വൺ absence very good next is excellent very good excellence next is bachelors അല്ല അത് സിംഗുലർ പ്ലൂറൽ ആയിപ്പോയി ബാച്ചിലറിന് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇറ്റ്സ് ലൈക്ക് ബാച്ചിലർഹുഡ് എന്ന് കിട്ടും ഓക്കെ ബാച്ചിലർഹുഡ് അതൊരു എന്താണ് കണ്ടീഷൻ ആണ് അല്ലെങ്കിൽ അതൊരു കോൺസെപ്റ്റ് ആണ് വുമൺഹുഡ് സ്ത്രീത്വം അല്ലെങ്കിൽ മദർഹുഡ് മാതൃത്വം എന്ന് പറയുന്ന പോലെ ബാച്ചിലറിന് ബാച്ചിലർഹുഡ് എന്നുള്ള നമുക്കിത് കിട്ടും ഓക്കെ നെക്സ്റ്റ് വൺ ഫാൾസ് അഗെയിൻ HWD ആഡ് ചെയ്യുമ്പോൾ ഫാൾസ്ഹുഡ് okay then womanhood ആണ് manhood yes നമ്മൾ എന്താ പറയാ ആണത്വം എന്നൊക്കെ പറയില്ലേ അതാണ് manhood okay yes now coming to this side ability yes ability very good able is actually an adjective from that you are getting ability okay next is active അതൊരു adjective ആണ് activity good next one banal banality banal നിന്നും കിട്ടുന്ന വേർഡാണ് banality next one human very important
ഹ്യൂമാനിറ്റീസ്, യെസ് ഹ്യൂമാനിറ്റി. നിങ്ങൾ Humanity. പ്ലസ് വൺ, നിങ്ങൾ 10th കഴിഞ്ഞ് +1 ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 3 കോഴ്സസിൽ ഒന്നാണ് ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് എന്ന് പറയും അവിടെ, ബിക്കോസ് ദർ യു വിൽ ബി ലേണിംഗ് 4 ഡിഫറെന്റ് സബ്ജക്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻഫാന്റ്. ഇൻഫാന്റ് ഇൻഫാന്റ്ഹുഡ് പറയില്ലടാ, ഇൻഫാൻസി എന്ന് Infancy. പറയും നമ്മള്. ഇൻഫാൻസി എന്ന് പറയും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ urgent. What do you say for urgent? Urgency. ഓക്കെ, അർജൻസി. അർജൻസി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു വേർഡും കൂടെ ചോദിക്കാം. എമർജന്റ്, അപ്പൊ എന്ത് പറയും? Emergency. എമർജൻസി. എമർജൻസി, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ ബാഗ്. ബാഗ് എന്നൊരു വേർഡ് കിട്ടും. ബാഗ് ഒരു നൗൺ ആണ്, ഒരു കോമൺ നൗൺ ആണല്ലോ ബാഗ്. ഫ്രം ദാറ്റ് യു ഗെറ്റ് ബാഗേജ്. ബാഗേജ്, ബാഗേജ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ലഗേജിനെയാണ് ബാഗേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡോമിനന്റ്. Dominance. ഡോമിനൻസ്, വെരി ഗുഡ്. ഡോമിനൻസ്, ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അധികാരം സ്ഥാപിക്കാൻ, ആധിപത്യം. ദാറ്റ് ഇസ് ഡോമിനൻസ്. നെക്സ്റ്റ് ഇസ് എമിനന്റ്. ജസ്റ്റ് ലൈക്ക് ഡോമിനൻസ്. Eminence. Eminence, that's it, eminence. And the last one is child. Easy one. Childhood. Child. Yes, Childhood. that is childhood. Yes. Okay. ബാല്യകാലം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബാല്യകാലത്തിന് ചൈൽഡ്ഹുഡ് എന്ന് വിളിക്കും അല്ലെ? യെസ്. സോ നൗ നമ്മൾ 5 ടൈപ്സ് ഓഫ് നൗൺസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ്. ഓക്കെ, we all know what is singular, what is plural. Singular എന്ന് പറയുമ്പോൾ ഒന്ന്, plural എന്ന് പറയുമ്പോൾ more than one, many എന്നൊക്കെ നമുക്ക് പറയും. So here you can see ഞാൻ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിനും പ്ലൂറൽ ഫോം കിട്ടുന്നത് ഓരോ രീതിയിലാണ്. ഇപ്പൊ മാൻ, മെൻ ആവുന്നത് ഒരു ആൽഫബറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ്. വുമൺ, വിമൻ ആവുന്നത് ഒരു ആൽഫബറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ്. ഹൗ ടു പ്രൊനൗൺസ് ദീസ് ടു വേർഡ്സ്? WOMAN and WOMEN. How do you pronounce WOMAN? Woman. Okay. Almost എല്ലാരും കറക്റ്റ് ആയിട്ട് പറയും വുമൺ. What about WOMEN? Women. വിമൻ. വിമൻ. വുമൺ അല്ല, വിമൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ഒരിക്കലും ഹാപ്പി വുമൻസ് ഡേ എന്നല്ല വിഷ് ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും ഹാപ്പി വിമൻസ് ഡേ എന്നാണ് നമ്മൾ വിഷ് ചെയ്യേണ്ടത് അല്ലേ? When is Women's Day? International Women's Day? Any idea? It will be on the same day only. It will be on the same date every year. It's on March 8th. Okay. So, Women's Day എന്നാണ് നമ്മൾ അതിനവിടെ ഗ്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് രണ്ടിലും ലെറ്റേഴ്സ് ഒന്ന് ആ എ എന്നുള്ള ആൽഫബറ്റ് ചേഞ്ച് ചെയ്ത് ഇ എന്നാക്കിയപ്പോൾ മെൻ ആയി, വിമൻ ആയി. ഇനിയിപ്പോ ബോയ്നെ നമ്മൾ പ്ലൂറലൈസ് ചെയ്യുമ്പോൾ എസ് ആഡ് ചെയ്യുമ്പോഴാണ് ബോയ്സ് ആവുന്നത്. ക്രൈ, ക്രൈ ഒരു നൗൺ അല്ല, ബട്ട് ഞാനിവിടെ ഒരു കാര്യത്തിന് ക്രൈ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നൗൺ ആണ്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് ക്രൈയിങ്, ഹി ക്രൈസ്, ഷീ ക്രൈസ് എന്നൊക്കെ പറയുമ്പോൾ അത് വേർബ് ആണ്, അതൊരു ആക്ഷൻ ആണ്. അതേസമയം ഞാൻ പറയാണ് ദ ക്രൈ ഓഫ് ദ ബേബി ഇസ് അൺബെയറബിൾ എന്ന് പറയുകയാണെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ അസഹനീയമാണ്, സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ആ കരച്ചിൽ എന്ന് പറയുമ്പോൾ ക്രൈ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നൗൺ. Okay, some words are like that in English. Sometimes it will be a verb and sometimes it can be a noun also. So from cry, cry, കരച്ചിൽ, അതിന്റെ കരച്ചിലിന്റെ പ്ലൂറൽ ആണ് കരച്ചിലുകൾ, ക്രൈസ്, CRIES. ഇവിടെ എന്താണ് വൈയിൽ എൻഡ് ചെയ്യുന്ന വേർഡ് ആയതുകൊണ്ട് നമ്മൾ IES എന്നൊരു സഫിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ചൈൽഡ്, ചിൽഡ്രൻ ആയി മാറുന്നുണ്ട്. ബസ്, ബസ്സസ് ആയി മാറി, യു ആർ ആഡിങ് ES. ബോക്സ്, ബോക്സസ് ആയി മാറി. And calf, calves ആയി മാറി. What is the calf? പശുക്കിടാവ്. പശുക്കിടാവ്. Okay. Also the baby of an elephant is also now it's called a calf. Okay, so calf, calves. CALVES. അപ്പൊ അവിടെ നമ്മൾ എഫ് മാറ്റി LVES എന്നാക്കിയിട്ട് കൊടുക്കുന്നു. എഫിനും പകരം വിയും പിന്നെ ഒരു ES. So we can see that for different words the rule to change it from singular to plural is different. Okay, so now let's check the first category. A singular noun refers to a single object and plural nouns are those that refer to more than one person, place or thing.
And for the plural form of most nouns, we add s. അല്ലെ, മിക്ക നൗണിനും നമ്മൾ എന്താണ് സിംഗുലറിനെ പ്ലൂറൽ ആക്കാൻ എസ് ആഡ് ചെയ്യുന്നു. Yes. So can somebody read this list? Let me call Shreya. Can you read the list of singular and plural words? ശ്രേയ മോളെ ഒന്നും കേൾക്കുന്നില്ലല്ലോ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലല്ലോ, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ. ഓക്കെ, കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം വായിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ആദില, ക്യാൻ യു റീഡ് ദ ലിസ്റ്റ്? ഓക്കെ, യെസ് Ma'am. ആദില. യെസ്, ക്യാൻ യു റീഡ് ദ ലിസ്റ്റ് ഓഫ് വേർഡ്സ്? Yes. യെസ്, ഓക്കെ. Bottle, bottles, cup, cups, pencil, pencils, desk, desks, sticker, stickers, window, windows, tree, trees. Very good. Okay, so here you can see for all the words we are adding s. We are simply adding s. We didn't do anything else. Okay. അപ്പോൾ this is one type of noun. ഒരു ടൈപ്പ്, ഒരു കാറ്റഗറിയിൽ വരുന്ന നൗൺസ് എങ്ങനെയാണ്? എല്ലാം ജസ്റ്റ് നമ്മൾ എസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പോകുന്ന കേസ്. ഓക്കെ, ഇനിയിപ്പോ now moving to the second category. For nouns that end in ch, x, s, ss or sh, then we have to add es. എങ്ങനെയാണ്? സി എച്ചിൽ എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിലോ എസിലോ ഡബിൾ എസിലോ എസ് എച്ചിലോ എൻഡ് ചെയ്യുന്ന സൗണ്ട്സ് ഉള്ള വേർഡ്സ് ആണെങ്കിൽ വി ഹാവ് ടു ആഡ് ഇ എസ്. ഓക്കെ, ക്യാൻ സംബഡി റീഡ് ദിസ് ലിസ്റ്റ് ഓഫ് വേർഡ്സ്? ഷംന, ക്യാൻ യു റീഡ് ഇറ്റ്? ഷംന കെ എം, യാ. Yes. 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 Watch, watches, match, matches, catch, catches, box, boxes, fox, foxes, bus, buses, boss, bosses, pass, passes, mouse, moses, bush, bushes, kiss, kisses. Very good, thank you. So here you can see വാച്ച് ആൻഡ് മാച്ച്, വാച്ച്, മാച്ച് ആൻഡ് ക്യാച്ച്, ഇത് മൂന്നും സി എച്ചിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതേപോലെ ക്യാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരു വേർബ് ആയിട്ട് തോന്നും, ബട്ട് ഇവിടെ അത് നൗണിന്റെ മീനിങ്ങിലാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഗോ ആൻഡ് ക്യാച്ച് ദ ബോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പോയി ആ ബോളിനെ പിടിക്കൂ എന്ന് പറയാണ്. അതേസമയം ഞാൻ ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതി, ദ ക്യാച്ച് ഓഫ് ദ ക്രിക്കറ്റ് പ്ലെയർ വാസ് അമേസിങ് എന്ന് പറയുമ്പോൾ അവന്റെ ആ ക്യാച്ച്, അവന്റെ ആ പിടുത്തം, ആ പിടുത്തം എന്ന് പറയുമ്പോൾ അത് നൗണായിട്ട് മാറണം കേട്ടോ. അപ്പൊ ഇവിടെ വാച്ച്, മാച്ച്, ക്യാച്ചിലൊക്കെ സി എച്ചിൽ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ ഇ എസ് ആഡ് ചെയ്തു. ബോക്സിലും ഫോക്സിലും നോക്കൂ, എക്സിൽ ഉണ്ടായപ്പോ അഗെയിൻ ഇ എസ് ആണ് ചേർത്തത്. വെറും സിംഗിൾ എസിലോ ഡബിൾ എസിലോ ഉണ്ടായാലും ഇ എസ് ചേർക്കുന്നു. ലൈക്ക് ബോസ്, ബോസസ്, പാസ്, പാസസ്. മോസ്, മോസ് മീൻസ് പായൽ. നമ്മള് വെള്ളം ഇങ്ങനെ കുറെ കാലം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം നല്ലോണം ക്ലീൻ ചെയ്ത് വിട്ടില്ലെങ്കിൽ അവിടെ പായൽ പിടിക്കില്ലേ മൊത്തത്തില് പച്ച കളറില്? ദാറ്റ് ഇസ് കോൾഡ് മോസ്. ദെൻ ബുഷ്, ബുഷസ്. ബുഷ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചെടികളാണ് നമ്മൾ ബുഷ് എന്ന് പറയും. ആൻഡ് കിസ്, കിസസ്. ഇങ്ങനെ വരുമ്പോ ഇപ്പൊ എന്താണ്? എസ് എസ്, എസ് എച്ച്, സി എച്ച്, എക്സ്, എസിലൊക്കെ എൻഡ് ചെയ്യുന്ന വേർഡ്സിന് പ്ലൂറലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇ എസ് എന്നുള്ളത് ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ടു ദ തേർഡ് ടൈപ്പ്. For nouns ending in f or fe, change the f to ve, v and add es. എഫിലോ എഫിലോ ഉണ്ടാവുന്ന വേർഡ്സ് നൗൺസ് ഉണ്ടെങ്കിൽ അതിനെ പ്ലൂറലൈസ് ചെയ്യാൻ എഫിനെ മാറ്റുക, എന്നിട്ട് വി ആക്കുക, എന്നിട്ട് ഇ എസ് ആഡ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് മീ കോൾ സംവൺ എൽസ്. ക്യാൻ സംബഡി റീഡ് ദിസ് ലിസ്റ്റ്? നിങ്ങൾ വരും, ഞാൻ വിളിക്കില്ല. Miss, can I? യെസ് ദിയ, പ്ലീസ്. Okay, ma'am. Wolf, wolves, shells, leaf, leaves, loof, loose, knife, knives, wife, wives, life, lives, half, halves. വെരി ഗുഡ്. സോ ഹിയർ യു ക്യാൻ സി വൂൾഫ്, ഷെൽഫ്, ലീഫ്, ലോഫ്. ഇത് നാലും എഫിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എഫിനെ മാറ്റി വി ആക്കിയിട്ട് ഇ എസ് ചേർത്തു. ലോഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? LOAF, എ ലോഫ് ഓഫ് വാട്ട്? Bread. ബ്രെഡ്. നമ്മളൊരു ബ്രെഡിന്, ഒരു പാക്കറ്റ് ബ്രെഡിനെ Bread പറയുന്നതാണ് loaf. ലോഫ്.
യെസ്, എ ലോഫ് ഓഫ് ബ്രെഡ് മീൻസ് എ പാക്കറ്റ് ഓഫ് ബ്രെഡ്. വെരി ഗുഡ്. ഇനിയിപ്പോ നൈഫ് മുതൽ, bread, യെസ് യു ആർ കറക്റ്റ് ആദില. നെക്സ്റ്റ് നൈഫ്, വൈഫ്, ലൈഫ്, ഇവരൊക്കെ എഫിൽ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫിനെ മാറ്റി വീണ്ടും വി ആക്കിയിട്ട് ഓൾറെഡി ഇ ഉള്ളത് കൊണ്ട് വെറും ഒരു എസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഹാഫ്, ഹാഫ്സ്. ഹാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? പകുതി. ഹാഫ്സ് എന്ന് പറയുമ്പോൾ കുറേ പകുതികൾ എന്നൊരു മീനിങ് ഉണ്ട്. ദിസ് ഇസ് ദ തേർഡ് കാറ്റഗറി. നമ്മൾ ഓരോ ടൈപ്പ് നോക്കുകയാണ്. ഓക്കെ. ഫോർത്ത് ടൈപ്പ് എന്താണ്? നൗൺസ് എൻഡിങ് ഇൻ ഓ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് റൂൾ. ഓൾ എൻഡ് ചെയ്യുന്ന നൗൺസിന് പ്രത്യേകിച്ച് ഒരു റൂൾ ഇല്ല. അത് നിങ്ങൾ ലിസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യൂ, ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. Shabna, are you there? Can Okay. Oh yes, you can. potatoes, ma'am, tomato, Who is that new can person? I? no, Very good. What is your name? Freya, Shreya. Oh, okay, okay. I didn't see you. I'm sorry. Shreya ആണല്ലേ? ഞാൻ ഇവിടെ വേറെ ഏതോ ലിസ്റ്റിൽ ഉണ്ടെന്ന് വിചാരിച്ചു. Thank you, Shreya. So here you can see പൊട്ടാറ്റോ പൊട്ടാറ്റോസ് ആയി, ടൊമാറ്റോ ടൊമാറ്റോസ് ആയി, മാംഗോ മാംഗോസ് ആയി. എങ്ങനെയാണ് പ്ലൂറലൈസ് ആവുന്നത്? ഇ എസ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ സെല്ലോലും ലോഗോയിലും നോക്കൂ, നമ്മൾ ഇ എസ് ആണോ ആഡ് ചെയ്യുന്നത്? ഇല്ല, വെറും എസ് മാത്രമാണ്. സെല്ലോ ഇസ് വാട്ട് ഇസ് മീൻ ബൈ സെല്ലോ? നമ്മൾ പുതിയ വേർഡ്സും കൂടെ പഠിക്കുകയാണ് ഈ ഗ്രാമർ പഠിക്കുമ്പോൾ, അല്ലേ? Musical instrument ആണോ? Very good. It's a musical. Yes, it is like this guitar. Guitar പോലെ resemblance ഉണ്ടാവും, but different ആണ്. Cello, cellos. Logo, logos. Logo means നമ്മുടെ ഇപ്പൊ സ്കൂളുകൾക്കൊക്കെ ഓരോ എംബ്ലം ഉണ്ടാവില്ലേ, സിമ്പിൾസ് ഉണ്ടാവില്ലേ, അതിനാണ് ലോഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് സെല്ലോ, ലോഗോ പോലത്തെ വേർഡ്സിനൊക്കെ നമ്മൾ എസ് മാത്രം ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഏതിന്റെ ഒക്കെ കൂടെ ഇ എസ് വേണം, ഏതിന്റെ കൂടെ വെറും എസ് വേണം, അത് നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പൊട്ടാറ്റോ, ടൊമാറ്റോ, മാംഗോ എന്നുള്ളത് നമുക്ക് ബൈ ഹാർട്ട് എല്ലാവർക്കും അറിയാം, പ്ലൂറലിന് ഇ എസ് വേണം. മറ്റുള്ള വേർഡ്സിന് നമുക്ക് മാക്സിമം എസ് മാത്രമേ വരാറുള്ളൂ. അങ്ങനെ ഇ എസ് വരുന്ന വേർഡ്സ് നമ്മൾ റീഡ് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ ഡേ ടു ഡേ ബുക്സിലും ടെക്സ്റ്റ് ബുക്സിലും ഒക്കെ നമ്മൾ കുറെ വായിക്കുമല്ലോ, അങ്ങനെ പഠിക്കുക. ഓക്കെ, നൗ കമ്മിങ് ടു അൻ ഇൻട്രസ്റ്റിംഗ് പാർട്ട്, നൗൺസ് എൻഡിങ് ഇൻ വൈ. വൈയിൽ എൻഡ് ചെയ്യുന്ന നൗൺസിന് പ്ലൂറൽ ആക്കാൻ എന്ത് ചെയ്യാം? സോ നൗൺസ് എൻഡിങ് ഇൻ വൈ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു പ്ലൂറൽ ഇൻ ടു വേസ്. രണ്ട് വഴികളുണ്ട്. ഇഫ് ദ ലെറ്റർ ബിഫോർ വൈ is a vowel, then add s to form the plural. Whereas if the letter before y is a consonant, change the y to I and add es. Clear ആയോ? എന്താണെന്ന് മനസ്സിലായോ? എക്സാമ്പിൾ നോക്കൂ, മനസ്സിലാക്കി തരാം. ബോയ്, ടോയ്, ക്രൈ, ബേബി, ലേഡി, സിറ്റി. ബോയ് ബോയ്സ് ആയി, ടോയ് ടോയ്സ് ആയി. എങ്ങനെ? We are simply adding s. Yes. പക്ഷെ ക്രൈ നോക്കൂ, സി ആർ കഴിഞ്ഞ് വൈനെ മാറ്റിയിട്ട് ഐ ഇ എസ് നായി. സെയിം തിങ് ഐ ഹാവ് ഡൺ ഇൻ ബേബി, ലേഡി ആൻഡ് സിറ്റി ഓൾസോ. സോ വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ? അതായത് വൈയുടെ മുന്നിൽ വരുന്ന ലെറ്റർ നോക്കുക, തൊട്ട് മുന്നിൽ ബിഫോർ വരുന്ന ലെറ്റർ. ബോയിലും ടോയിലും ഓ ആണ്. ഓ ഇസ് എ വവൽ, റൈറ്റ്? ഓ ഇസ് എ വവൽ. ഓക്കെ, ഇപ്പൊ ബേ, ബേ എന്ന് പറയാം, ബി എ വൈ. ബേ എന്ന് പറഞ്ഞാൽ കടൽ എന്നാണ് അർത്ഥം. ബേ ഓഫ് ബംഗാൾ എന്നൊക്കെ പറയുന്നില്ലേ? ബേ എന്ന് വെച്ചാൽ സാഗരം, കടൽ. ബേന്റെ പ്ലൂറല് ബേസ് എന്നായിരിക്കും. അപ്പോ വൈന്റെ മുന്നിൽ വരുന്ന ആൽഫബറ്റ് എയോ ഓ ഒക്കെ ആണെങ്കിൽ, വവൽ ആണെങ്കിൽ ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെറാസ് ഇഫ് ഇറ്റ് ഇസ് എ കോൺസണന്റ്, വൈയുടെ മുന്നിൽ വരുന്ന ലെറ്റർ ഒരു കോൺസണന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റെഡ് ഓഫ് വൈ, ചേഞ്ച് ഇറ്റ് ഇൻ ടു ഐ ഇ എസ്. That is what has happened in cries, babies, ladies, cities. ഇതിലൊക്കെ ക്ലിയർ ആയോ? ആ റൂൾ ഇമ്പോർട്ടന്റ് ആണ്. ചില ബുക്സിൽ ഈ റൂൾ കൊടുക്കില്ല. നമ്മൾ ഓന്റെ പഠിച്ചതുപോലെ തന്നെ അവർ പറയും ദർ ഇസ് നോ റൂൾ എന്ന് പറയും. പക്ഷെ റൂൾ ഉണ്ട്. ഇതാണ് ആ റൂള് വരുന്നത്, കേട്ടോ? വവൽ ആൻഡ് കോൺസണന്റ് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അത്. ഓക്കെ, ഇപ്പൊ നമ്മള് ആർട്ടിക്കിൾസ്, നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. എ ആൻഡ് ദ, 3 ആർട്ടിക്കിൾസ് ഉണ്ട്. അതില് എ നമ്മള് കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയും ആൻഡ് വവൽ സൗണ്ട്സിന്റെ കൂടെയും യൂസ് ചെയ്യണം എന്ന് പറയാറില്ലേ? അതേപോലെ തന്നെയാണ് ഈ റൂള് വരുന്നത്. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് കാറ്റഗറി, നൗൺസ് ഹാവിംഗ് ഡിഫറെന്റ് പ്ലൂറൽ ഫോംസ്.
നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചേ പറ്റൂ എന്ന് പറയുന്ന ചില പ്ലൂറൽ ഫോംസ് ആണ് ഇവിടെ ഉള്ളത്. Yes, can somebody read it? നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആവാം. We have 10 more minutes. Okay. Alexander, can you read it? Yes. Children, children's, man, men, Children, woman. children's ആണോ? അലക്സാണ്ടറെ ഫസ്റ്റ് വൺ എങ്ങനെയാണ്? ചിൽഡ്രൻ ചിൽഡ്രൻസ് എന്നാണോ അവിടെ ഉള്ളത്? നോക്കിയേ. Look at the screen. Children, children. Child and Child, children. children. Okay, good. Continue, please continue. Present, prison, people. Person, people. പിന്നെ Okay, can somebody else read, please? Sister ഉണ്ടോ കൂടെ? Me. അലക്സാണ്ടറിന്റെ സിസ്റ്റർ ഉണ്ടോ? സിസ്റ്ററോട് റീഡ് ചെയ്യാൻ പറയൂ. സിസ്റ്ററോട് റീഡ് ചെയ്യാൻ പറയൂ. കുറച്ച് ഫാസ്റ്റ് ആക്കണേ. Okay, I will call another person then. Dia, are you there? Can you please read the list? Please make it fast, students. Dia or ആരെങ്കിലും? ശ്യാമിലി ഉണ്ടോ അവിടെ? Yes. Okay, what's your name? Niranjan. Niranjan, can you read the list? സ്ക്രീനിലുള്ളത് read ചെയ്യാൻ പറ്റുമോ? Okay, please read it. Child, children, man, men, woman, women, person, people, mouse, mice, goose, geese, foot, feet, toad, teeth. Very good. Very good. Thank you. Okay. Thank you, Miss. Thank you, dear. Okay. So here you can see child, children ആയി, man, men ആണ്, woman, women ആണ്, person, people ആണ്, mouse, mice. What is the difference between mouse and rat? Mouse എന്ന് പറഞ്ഞാലും എലിയാണ്, rat എന്ന് പറഞ്ഞാലും എലിയാണല്ലോ. Rat is actually the male gender, mouse is the female gender. Okay, female gender ആണ് mouse, അതിന്റെ plural ആണ് mice. Okay, next one, goose. Goose is a bird like chicken, similar to chicken. Okay, and for that the plural is geese. And next one, foot, feet, and the last one, tooth, teeth. Now moving to the last category. A few nouns have the same singular and plural forms. Singular and plural same ആവുന്ന nouns ഉണ്ട് നമുക്ക്. And examples ആണ് common ആയിട്ട് പറയുന്ന examples ആണ് ഇതെല്ലാം. Dear, dear, or deer എന്നും പറയാം. Dear, deer, sheep, sheep, fish, fish, news, news, feast, feast, police, police, series, series, species, species, government, government. നമ്മൾ ഒരിക്കലും ന്യൂസസ് എന്ന് പറയരുത്. അതുപോലെ മറ്റൊരു വേർഡാണ് ഇൻഫർമേഷൻ എന്നുള്ള വേർഡ് ഒരിക്കലും പ്ലൂറൽ ആക്കുമ്പോൾ ഇൻഫർമേഷൻസ് എന്ന് പറയരുത്. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, ഈ ന്യൂസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമുക്ക് 4 ഡയറക്ഷൻസിൽ നിന്നും ലോകത്തിലെ 4 ഡയറക്ഷൻസിൽ നിന്നും കിട്ടുന്ന വിവരത്തിനെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ എക്സ്പാൻഷൻ ഓഫ് ന്യൂസ്? 4 ഡയറക്ഷൻസിന്റെ പേര്? North, east, west, south. എക്സാക്ട്ലി, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഇതാണ് ന്യൂസിന്റെ ഫുൾ ഫോം. ഇങ്ങനെയാണ് മിസ്സിന്റെ സ്കൂൾ ടൈമിലൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ കാണുന്ന ഓരോ വെബ് സീരീസും അങ്ങനത്തെ അതിനൊക്കെ സീരിയൽ പോലെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പിസോഡ്സ് ഉള്ളതിനെയാണ് നമ്മൾ സീരീസ് എന്ന് പറയും. സ്പീഷീസ് എന്ന് പറയുമ്പോൾ വംശം. ആൻഡ് ഗവൺമെന്റ് ഇസ് ഓൾവേസ് ഗവൺമെന്റ്. നമുക്ക് ഗവൺമെന്റ്സ് എന്ന് പറയാം എപ്പോ, അതായത് ഡിഫറെന്റ് കൺട്രിയിലത്തെ ഗവൺമെന്റുകൾ എന്ന് പറയാനൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ എഴുതാം, ദ ഗവൺമെന്റ്സ് ഓഫ് ദ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഡിഫറെന്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഗവൺമെന്റ്സ് എന്ന് പറയും. അല്ലാണ്ട് ഒരേ സ്റ്റേറ്റിലുള്ള ഗവൺമെന്റിനെ ഗവൺമെന്റ്സ് എന്ന് നമ്മൾ പറയില്ല. ഒരേ കൺട്രിയിലുള്ള ഗവൺമെന്റിനെ നമ്മൾ പറയുള്ളൂ. സിംഗുലർ ആണ്. ഓക്കെ, നൗ ദ ലാസ്റ്റ് കാറ്റഗറി ഇസ് പൊസസീവ് നൗൺസ്. പൊസസീവ് നൗൺസ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം. ഓക്കെ,
പൊസസീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കൈവശം വെക്കുക എന്നാണ്. അപ്പൊ പൊസസീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നൗൺസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ്. ഒരാളുടെ സ്വന്തം, ഒരാളുടെ സാധനം, അപ്പൊ ഒരാളുടെ കൈവശമുള്ള തിങ്ങിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു വസ്തു, ആ ഒരാളുടെ കയ്യിലുള്ള ഒബ്ജക്റ്റിനെ എന്ത് നൗൺ എന്ന് പറയും? പൊസസീവ് നൗൺ എന്ന് പറയും. So possessive nouns are usually formed by adding an apostrophe and s. For example, John's book, Kerry's car, grandma's mirror, etc. Okay, ഇപ്പൊ നമ്മുടെ നൗൺ ഒരു പ്ലൂറൽ നൗൺ ആണെന്ന് വിചാരിക്കുക. ആൻഡ് അത് എസ്സിൽ ഉണ്ടാവുന്ന ഒരു പ്ലൂറൽ നൗൺ ആണെങ്കിൽ ജസ്റ്റ് ആഡ് ആൻ അപ്പോസ്ട്രോഫി. അപ്പോൾ ഓൾറെഡി ആ പ്ലൂറൽ വേർഡിൽ എസ് ഉള്ളത് കൊണ്ട് അതിന്റെ പൊസിഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോസ്ട്രോഫി മാത്രം ആഡ് ചെയ്യാം. For example, the kids' toys, my parents' house, the teacher's lounge. എല്ലാത്തിലും എസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെറും ഒരു അപ്പോസ്ട്രോഫി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ചില പ്ലൂറൽ നൗൺസ് ഉണ്ട്. എസ് ഇല്ലാത്ത പ്ലൂറൽ നൗൺസ് നമ്മൾ നോക്കിയില്ലേ? ചിൽഡ്രൻ, വിമൻ, മെൻ, ഇതൊക്കെ നോക്കിയില്ലേ? ഷീപ്പ്, അതിന്റെ ഒക്കെ പൊസിഷൻ കാണിക്കണമെങ്കിൽ നമ്മൾ അപ്പോസ്ട്രോഫിയും വേണം, എസും വേണം. ഓക്കെ, പിന്നെ if two people own one thing, ശ്രദ്ധിക്കുക, രണ്ട് പേർ ഒരേ സാധനം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരേ ഒബ്ജക്റ്റിന്റെ ഓണേഴ്സ് ആണ് രണ്ട് പേരും. അങ്ങനെയാണെങ്കിൽ ആഡ് ആൻ അപ്പോസ്ട്രോഫി ആൻഡ് എസ് ടു ദ സെക്കൻഡ് പേഴ്സൺ ഓൺലി. ഓക്കെ, can somebody read it? Shreya, can you read? Yeah. Good. That's enough. So, ജോണിന്റെയും മേരിയുടെയും വീട് എന്ന് പറയുമ്പോൾ ജോൺ ആൻഡ് മേരീസ് ഹൗസ്. സെക്കൻഡ് നെയിമിന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യാം. ആന്റണിന്റെയും ആരോണിന്റെയും സ്കൂൾ, അപ്പൊ ആന്റൺ ആൻഡ് ആരോൺസ് സ്കൂൾ. ഡേവിഡിന്റെയും സാറയുടെയും വെഡിങ്, അപ്പൊ ഡേവിഡ് ആൻഡ് സാറാസ് വെഡിങ്. ടോമിന്റെയും ടോണിയുടെയും വീട്, അപ്പൊ ടോം ആൻഡ് ടോണീസ് ഹൗസ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് പേഴ്സന്റെ കൂടെ മാത്രം അപ്പോസ്ട്രോഫി എസ് ഇടുന്നത്? ബിക്കോസ് ഒരേ രണ്ടുപേരും സെയിം ഹൗസ് ആണ്, രണ്ടുപേരുടെയും സെയിം സ്കൂളാണ്, രണ്ടുപേരുടെയും ഒരേ വെഡിങ് ആണ്. ഡേവിഡിന്റെയും സാറയുടെയും വെഡിങ് എന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരുടെയും കല്യാണം ഒരു കല്യാണം അല്ലേ ഉണ്ടാവുള്ളൂ. സോ വൺ വെഡിങ്. അതുപോലെ ടോമിന്റെയും ടോണിന്റെയും ഹൗസ് സെയിം ആണ്, അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് പേഴ്സന്റെ കൂടെ മാത്രം അപ്പോസ്ട്രോഫി ഇട്ട് എസ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു കണ്ടീഷൻ തിങ്ക് ചെയ്യാം. ഇഫ് ടു ഡിഫറെന്റ് പീപ്പിൾ ഓൺ ഡിഫറെന്റ് തിങ്സ്, then we have to add apostrophe and s for each person. രണ്ടുപേരുടെയും രണ്ട് ഡിഫറെന്റ് തിങ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരുടെ നെയിംസിന്റെ കൂടെയും അപ്പോസ്ട്രോഫി ആഡ് ചെയ്യണം, എസ് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, സൂസൻസ് ആൻഡ് സൂരജ് ബുക്സ്, ബെൻസ് ആൻഡ് ജിംസ് ഓഫീസസ്. ബെന്നിന്റെ ഓഫീസ് എവിടെയോ ആണ്, ജിമിന്റെ ഓഫീസ് വേറെ എവിടെയോ ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് 4 കാറ്റഗറീസ് ഓഫ് പൊസസീവ് നൗൺസ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് കാറ്റഗറി apostrophe s for one person. Second category, adding simply apostrophe for plural nouns ending in s. Third category, two people owning the same thing and adding apostrophe s to the second person alone. And the fourth type, adding apostrophe and s with both the names if the people own two different things. Okay, and ഇതിൽ പറഞ്ഞ പോലെ നൗണ് പ്ലൂറൽ ആണ് എന്ന് പറയുന്ന കേസിൽ പ്ലൂറൽ നൗൺസ് നമ്മളിപ്പോ പഠിച്ചുവല്ലോ. എല്ലാ പ്ലൂറൽ നൗൺസും എസ്സിൽ ഉണ്ടാവില്ല, ചിലത് വന്നിട്ട് അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം ടൂത്ത്, ടീത്ത്, ഫൂട്ട്, ഫീറ്റ്. ഇപ്പൊ ഇവിടെയൊക്കെ പ്ലൂറൽ നമുക്ക് എസ് ഇല്ല. എസ് ഇല്ലാത്ത പ്ലൂറൽ ആണെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് അപ്പോസ്ട്രോഫി ആൻഡ് എസ്. എസ് ഇല്ലാതിന് വെറും അപ്പോസ്ട്രോഫി. ഓക്കെ, സോ വിത്ത് ദിസ് വി ഹാവ് കംപ്ലീറ്റഡ് the first chapter, nouns. So do you have any doubts in this chapter? No. If you have any doubts, you can ask me. We have one or two more minutes to spend ചെയ്യാം. Okay, so nouns എല്ലാവർക്കും clear ആയെന്ന് വിചാരിക്കുന്നു. Okay, so in the next class we will learn the sentences and structures of sentences. Okay, different types of sentences സ്ട്രക്ചേഴ്സും എല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ജോയിനിങ് സ്റ്റുഡൻസ്. ആൻഡ് ഇന്ന് നമ്മൾ 8 to 9 വെക്കാൻ കാരണം മിസ്സിന് 7 to 8 ഒരു ക്ലാസ് ഇല്ലായിരുന്നു.
അപ്പോൾ മിസ്സിന് ഇന്ന് ടൈം നേരത്തെ എടുത്ത് എല്ലാവർക്കും നിങ്ങളെയും ഫ്രീ ആക്കി വിടാന്ന് വെച്ചിട്ടാണ് ഇന്ന് ഈ ടൈമിൽ എടുത്തത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് 8:30 തന്നെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഇതേപോലെ മെസ്സേജിൽ അറിയിക്കാം. അപ്പൊ നേരത്തെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഫുഡ് കഴിച്ച് ഉറങ്ങാലോ. All right. So we will meet on next Saturday. So thank you, students. Good night. Thank you, ma'am. Good night.